മിക്ക 1-ാം അധ്യായം. സമരിയായ്ക്കെതിരെ ആരോപണം. മോരേശത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയായെയും ജെറുസലേമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇത് ലഭിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തന്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നു. ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടി മെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴക്കാന്തൂക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിന്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിന്റെ പാപവുമാണ് ഇതിന് കാരണം. എന്താണ് യാക്കോബിന്റെ അതിക്രമം? അത് സമറിയ അല്ലേ? എന്താണ് യൂദാ ഭവനത്തിന്റെ പാപം? അത് ജെറുസലേം അല്ലേ? അതിനാൽ ഞാൻ സമറിയായെ വെളിംപ്രദേശത്തെ കൂനയാക്കും, മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ. അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും, അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും, ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേദന വഴിയാണ് അവ സമ്പാദിച്ചത്. വേശ്യയുടെ വേദനമായി അത് തിരിച്ചു കൊടുക്കും. ജെറുസലേമിനെ കുറിച്ച് വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിച്ചു കരയും. നഗ്നനും നിഷ്പാദകനുമായി ഞാൻ നടക്കും. കുറുനരികളെ പോലെ ഞാൻ നിലവിളിക്കും, ഒട്ടകപക്ഷികളെ പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടാത്തതാണ്. അത് യൂദാ വരെ, എൻ്റെ ജനത്തിൻ്റെ കവാടമായ ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് നിങ്ങൾ ഇത് പറയരുത്, കരയുകയും അരുത്. ബേത്ത്ലേയാഫ്രായിലെ പൊടിമണ്ണിൽ വീണുരുളുക. ഷാഫിർ നിവാസികളെ, നഗ്നരും ലജ്ജിതരുമായി കടന്നു പോകുവിൻ. സാന നിവാസികൾ പുറത്തു വരുന്നില്ല. ബേത് എസലിൽ നിന്നുള്ള വിലാപം നിന്നെ നിരാലംബയാക്കും. കർത്താവ് അയച്ച അനർത്ഥം ജെറുസലേമിന്റെ കവാടത്തിലെത്തിയതിനാൽ മാരോത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലാഗിഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സിയോൻ പുത്രിയുടെ പാപത്തിന് കാരണം നിങ്ങളാണ്. ഇസ്രായേലിന്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മൊരേഷ്തഗിന് വിട നൽകുവിൻ. അക്സീബ് ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മരേഷ നിവാസികളെ, നിങ്ങളെ കീഴടക്കാൻ ഒരുവനെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിന്റെ മഹത്വം അദുലാം ഗുഹയിൽ ഒളിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ. അവർ നാടുകടത്തപ്പെടും. അതിനാൽ കഴുകിനെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവിൻ.